കൊടംപുളി ഇട്ട് വെച്ച നല്ല അടിപൊളി ചൂരക്കറി ഇതാ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി അറിയാൻ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണേ. ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കിതാ ഒരു വലിയൊരു മീൻ കിട്ടിയിട്ടുണ്ട്. സൂത മീൻ എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. ചൂര, ട്യൂണ എന്നൊക്കെ പറയും. അപ്പോൾ ഈ മീനാണ് ഞങ്ങളിവിടെ ഇന്ന് കറി വെക്കാൻ പോകുന്നത്. അപ്പം മീൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അതിപ്പോൾ മുറിക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ അതിൻ്റെ മുള്ളുകളും 4 സൈഡിലുള്ള മുള്ളുകളും വാലും ഒക്കെ മുറിച്ചെടുക്കാൻ പോവുകയാണ്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പുറം തൊലിയില്ലേ കത്തി കൊണ്ട് നന്നായി ഇങ്ങനെ ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നന്നായി ചിരകി കൊടുത്താൽ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും. അത് അങ്ങനെ ക്ലീൻ ആക്കി എടുക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആരും മറക്കരുത്. അങ്ങനെ നമ്മൾ മീനിതാ നടുകെ ഒന്ന് മുറിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മീൻ വട്ടത്തിലാണ് മുറിച്ചെടുക്കാൻ പോകുന്നത്. ഇത് കണ്ടില്ലേ, നല്ലോണം ഇറച്ചിയൊക്കെയുള്ള നല്ല അടിപൊളി മീനാണ്. ഇനി ഞങ്ങൾ റൗണ്ടായിട്ടത് മുറിച്ചെടുക്കും. ഇന്ന് നമ്മളിതിൻ്റെ പകുതി മാത്രമാണ് കറി വെക്കുന്നത്. നാളെ അതിൻ്റെ ബാക്കി കറി വെക്കാമല്ലോ, വലിയ മീനല്ലേ. അപ്പം നമ്മൾ വട്ടം മുറിച്ചെടുക്കുകയാണ്. മുറിച്ചെടുത്ത് ഞങ്ങൾ ഒരു ചട്ടിയിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് പച്ചക്കുരുമുളക്, 4 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ ഉള്ളിയുടെ പകുതി ഉള്ളി ഞാൻ ഇടുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം. നന്നായിട്ടത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകി വെച്ച മീനിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് കറി വെക്കാൻ പോകുന്നത്. അതിനാണ് ഈ മസാല ഇട്ട് കൊടുക്കുക. അതിനാവശ്യമായിട്ടുള്ള ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, മുളക് പൊടി ഇടുക, അതിനാവശ്യമായിട്ടുള്ള ഉപ്പും. നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇടുന്നത് അത് തന്നെയാണ് ഇതിലിട്ടിട്ടുള്ളത്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല ഒക്കെ നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് മസാല. ഇനി നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് 3 കഷ്ണം കൊടംപുളി വെള്ളത്തിലിട്ട് വെക്കുക. ഒരു കോപ്പയിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഇടുന്നത് എന്തിനെന്ന് വെച്ചാൽ ഫിഷ് ചട്ടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കടുക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കടുക് ഇട്ട് കഴിയുമ്പോൾ ഞാൻ മസാല തേച്ചിട്ടുള്ള മീൻ ചട്ടിയിൽ ഇടുന്നുണ്ട്. അങ്ങനെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഓരോ കഷ്ണങ്ങളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മീൻ ഫ്രൈ ആകുന്ന സമയം കൊണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം സവാള, ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, 2 തണ്ട് കറിവേപ്പില ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയാക്കാൻ വേണ്ടിയിട്ട് വാട്ടാം. ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ മൺചട്ടിയിലാണ് ഞാനിന്ന് മീൻ കറി വെക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു. ഇനി ഒരു പകുതി സവാള അരിഞ്ഞത് ചട്ടിയിലിട്ട് കൊടുക്കുക. നന്നായി വഴറ്റുക. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇടാൻ പോകുന്നത്, ഇത് നമ്മൾ ഫസ്റ്റ് മീൻ പൊരിക്കുമ്പോൾ ഒരു മസാല ഉണ്ടാക്കിയിരുന്നില്ലേ, അതിൻ്റെ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് ഉള്ളി കുറച്ച് വാടിയ ശേഷം ഞാൻ അതാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ ഉള്ളിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെയുള്ള മസാലയും, പിന്നെ ഒരു 3 പച്ചമുളകും, ഒരു തക്കാളിയും, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ടിത് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴണ്ട് വരണം. ഇത് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും
അതേപോലെ 1 സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഫ്രൈ ആക്കുമ്പോഴും നമ്മൾ മുളക് പൊടി നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ സമയത്തൊക്കെ തീ സിമ്മിൽ തന്നെ ഇടണം. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം നല്ലോണം മാറണം. അപ്പോൾ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഞാൻ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്, 2 ഗ്ലാസ് വെള്ളം. അതായത് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മീൻ ഓൾറെഡി ഫ്രൈ ആയിട്ടാണല്ലോ കറി വെക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. 2 ഗ്ലാസ് വെള്ളവും പിന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഒരല്പം വെള്ളത്തിൽ 3 കഷ്ണം കുടംപുളി ഇട്ട് വെച്ചിട്ടുണ്ട്. ആ കുടംപുളി ഇട്ട് വെച്ചിട്ടുള്ള ആ കുടംപുളിയും വെള്ളവും കൂടെ ഒഴിച്ചാൽ മതി. അത്രയും വെള്ളമേ നമുക്കിതിൽ ആവശ്യമുള്ളൂ. എന്നിട്ട് അടച്ചു വച്ചിട്ട് നന്നായിട്ട് തിളക്കണം. തിളക്കുന്നത് വരെ നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അതിന് ശേഷമാണ് ഇനി അടുത്തത് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുള്ള കറിവേപ്പിലയും ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചത് വേവിക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഇനി തിളക്കട്ടെ. അപ്പോൾ ഇതാ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നല്ലോണം തിളച്ച് ഒരല്പം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണം ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് വറ്റി കിട്ടിയാൽ മതി. ഇനി നമുക്ക് കയ്യിൽ വെച്ചൊന്ന് ഇളക്കണ്ട. ഈ ചട്ടി ഇങ്ങനെ 2 സൈഡും പിടിച്ചൊന്ന് കറക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കണം. എന്നിട്ട് ഇത് അടച്ചു വെക്കാം. പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടും. ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല അടിപൊളി ആയിട്ടില്ലേ? അപ്പോൾ വളരെ ഈസിയിൽ നമുക്ക് ഇതേപോലുള്ള വലിയ മീനൊക്കെ കിട്ടിയാൽ നല്ല അടിപൊളി കറിയാക്കാൻ പറ്റും. ചോറിന് കൂടെയൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.